Hi Genius community. ഇന്ന് നമ്മൾ നമ്മുടെ JE Xylem മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി പോവാണ്. സൂപ്പർ 30ലേക്കുള്ള JE മെയിൻ പ്ലസ് അഡ്വാൻസ്ഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് us see മെറ്റീരിയൽസിൽ എങ്ങനെയാണ് JE മെയിൻ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെയും കാത്തി മെറ്റീരിയൽ ഇരിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളതെന്ന് നമുക്ക് കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്നത് മൈൻഡ് മാപ്പ് ആണ്. കെമിസ്ട്രിയുടെ മൈൻഡ് മാപ്പ് ആണ് ഇതുള്ളത്. മൈൻഡ് മാപ്പിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കുന്ന വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ മൈൻഡ് മാപ്പിൽ നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും, ഫിസിക്സും കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അതിലെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഷോർട്ട് നോട്ട്സ് ആൻഡ് ട്രിക്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഓർഗാനിക് കെമിസ്ട്രിയുടെ മൈൻഡ് മാപ്പ് ആണ്. GOC 1, 2 എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് എൻറ്റയർ ഓർഗാനിക് കെമിസ്ട്രിയെ വളരെ ഡീറ്റെയിൽ ആയിട്ട് JE സിലബസ് ഓറിയന്റ് ചെയ്തുകൊണ്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മൈൻഡ് മാപ്പ്, ഓർഗാനിക് കെമിസ്ട്രിയുടെ മൈൻഡ് മാപ്പ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സ് എന്ന് വരുന്നതിന്റെയും നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് കട്ട്സ്, ട്രിക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മൈൻഡ് മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിൽ സി മൈൻഡ് മാപ്പ് ലേറ്റർ. അത് കഴിഞ്ഞ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന, നിങ്ങൾ എല്ലാവരെയും കാത്ത് സൈലത്തിന്റെ ഒരു ടീഷർട്ട് നിങ്ങൾക്ക് ബോക്സിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിലേക്ക് പോകാം. ഇത്രയും ബുക്കുകളാണ്, ഇത്രയും സാധന സാമഗ്രികളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോക്സ് മാറ്റി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പൊ നമുക്ക് അതിലെ മെറ്റീരിയൽസിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നിങ്ങനെ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കെമിസ്ട്രി എടുത്ത് എന്തൊക്കെയാണ് ആ മെറ്റീരിയലിനകത്തുള്ളത്, ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതും മെറ്റീരിയൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, മോൾ കോൺസെപ്റ്റിന്റെ ഒരു ചാപ്റ്റർ എടുത്ത് നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽ ആയിരിക്കുന്ന കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ബുക്ക് റെഫർ ചെയ്യേണ്ടി വരുന്നേ ഇല്ല. NCERTയിലുള്ള ഓരോ ലൈനും JE അഡ്വാൻസിന് അടക്കം വേണ്ടിയുള്ള കോൺസെപ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കോൺസെപ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ചെറിയ ബോക്സുകളിലായിട്ട് കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ കുറേ ബോക്സുകൾ കാണാം. ഇറ്റ് ഈസ് ടു ട്രെയിൻ യുവർ മൈൻഡ്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഓരോന്ന് കഴിഞ്ഞാലും ആ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് മുന്നേ സോൾവ് ചെയ്തിട്ട് ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന് പറഞ്ഞ് മറ്റൊരു ബോക്സ് നമുക്ക് കാണാം. സോ നമ്മൾ NCERTയിൽ ചെയ്യുമ്പോഴും ശീലിച്ചു വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇൻടെക്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. സിമിലർ മെത്തേഡില് കൊച്ചു കൊച്ചു കോൺസെപ്റ്റ്സ്, അതിന്റെ ട്രെയിൻ യുവർ ബ്രെയിൻ സെഷൻസ്, അത് കഴിഞ്ഞ് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതെല്ലാം കഴിഞ്ഞ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് ആർ അവൈലബിൾ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മൈൻഡ് മാപ്പിലുള്ള ഷോർട്ട് നോട്ട്സ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെയും ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെയും പറഞ്ഞു തരുമ്പോൾ മുഴുവനായിരിക്കുന്ന കൺവേർഷൻസ് അടക്കം, പ്രത്യേകിച്ച് നമ്മുടെ മോൾ കോൺസെപ്റ്റിലേക്കൊക്കെ വരുമ്പോഴുള്ള ബേസിക് ആയിരിക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് അവസാനം അവൈലബിൾ ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, അപ്പൊ ആദ്യം നിങ്ങളുടെ കോൺസെപ്റ്റ് കണ്ടു, അത് ട്രെയിൻ ചെയ്തു, ഷോർട്ട് നോട്ട്സ് കണ്ടു, അതോടൊരു റിവിഷൻ ആയി. ആൻഡ് ദെൻ യു ഹാവ് സോൾവ്ഡ് എക്സാമ്പിൾസ്. ഓരോ ക്വസ്റ്റ്യനും വിത്ത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അത് സോൾവ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അതിനുശേഷമാണ് നമ്മളതായ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എക്സസൈസ് 1ന്റെ പ്രത്യേകത ടോപ്പിക് വൈസ് ആണ്. സി ഫോർ എക്സാമ്പിൾ, മോൾ കോൺസെപ്റ്റിൽ ഏറ്റവും ആദ്യം നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ പറ്റി പഠിക്കുന്നു, അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുല, സ്റ്റോഷിയോമെട്രിക് റിലേഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ട് കാണാം. അപ്പൊ അന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്നുള്ളത് സോൾവ് ചെയ്യാൻ എക്സസൈസ് 1 നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി എക്സസൈസ് 2 എന്ന് പറയുന്നത് 1നേക്കാളും കുറച്ചുകൂടി ലെവൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ലേണിംഗ് പ്ലസ് എന്നാണ് അതിന് എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടി നിങ്ങളുടെ കോൺസെപ്റ്റുകൾ റെഡിയാക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എക്സസൈസ് 3 ആണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ള ചോദ്യങ്ങൾ കാണാൻ സാധിക്കുക. അതിന്റെ പേര് തന്നെ JE അഡ്വാൻസ്ഡ് ലെവൽ എക്സസൈസ് 3 എന്നാണ്. അതുകൂടാതെ അതിലെല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അഡ്വാൻസ് ലെവലിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻഡിജർ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ആൻഡ് എക്സസൈസ് 4ൽ നിങ്ങൾക്ക് JEയിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് വന്നിരിക്കുന്ന എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ എക്സസൈസ് 4ൽ കാണാം. അതിൽ JE മെയിൻ മാത്രമല്ല, JE മെയിനിലും അഡ്വാൻസിലും വന്നിരിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ പൊതുവെ നമ്മുടെ സൂപ്പർ 30 ബാച്ചിലേക്ക് തിരിച്ചു വന്നാൽ ഒരേ സമയം JE മെയിനും അഡ്വാൻസ്ഡ് ക്ലാസ്സസും ഡിസ്കസ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ആയിരിക്കുന്ന ഇന്റൻസ് മെന്റർഷിപ്പ് പ്രോഗ്രാംസ് അവൈലബിൾ ആയിരിക്കുന്ന
സൂപ്പർ 30 ബാച്ചാണ് നമ്മുടെ JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മെയിൻ കോൺസെപ്റ്റുകൾ, മെയിനിന് വേണ്ടിയിരിക്കുന്ന NCERT കോൺസെപ്റ്റുകളെല്ലാം പറയുന്നതിന്റെ കൂടെ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസും കൂടി ചെയ്താണ് നമ്മൾ ആ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻസ് പ്രോബ്ലംസ് ചെയ്യാൻ നമ്മുടെ മെറ്റീരിയൽ ഫോളോ ചെയ്താൽ മാത്രം മതി. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കം നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അവിടെ വരുന്ന അഡ്വാൻസിൽ ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ വന്നു എന്ന് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ എക്സസൈസ് 1, 2, 3 അഡ്വാൻസ് ലെവൽ വരെയുള്ള എക്സസൈസുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോഴേക്ക് ഒരു ചാപ്റ്ററിന് തന്നെ നിങ്ങൾ 250+ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് 278 ചോദ്യങ്ങളോളം കാണാൻ പറ്റും. അപ്പോൾ സിംഗിൾ ചാപ്റ്റർ കഴിയുമ്പോഴേക്ക് 250+ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നു. കെമിസ്ട്രിയിലെ 30 ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴേക്ക് 7500 ചോദ്യം ഒരൊറ്റ സബ്ജക്റ്റ് നിന്ന് ചെയ്യാണ്. മെറ്റീരിയൽസ് മാത്രം നോക്കിയാൽ, മെറ്റീരിയൽസ് മാത്രമല്ല ഉള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റിൽ നിന്നും 7500 വെച്ച് കഴിഞ്ഞാൽ അറൌണ്ട് 18,000 to 20,000 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിന് പുറമെ നമ്മുടെ എക്സാംസ് ഉണ്ടാവും. അത് JEE മെയിൻ മോഡൽ എക്സാംസ് ഉണ്ടാവും, അഡ്വാൻസ് എക്സാംസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഉണ്ടാവും, ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് എക്സാംസ് കൂടി എഴുതുമ്പോഴേക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടായിരിക്കും നമ്മളെല്ലാവരും JEE മെയിൻ ആൻഡ് അഡ്വാൻസ് എക്സാമിലേക്ക് പോവുക. ബേസിക് കോൺസെപ്റ്റ്സിന്റെ മൈൻഡ് മാപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കെമിസ്ട്രിയുടെ തന്നെ മൈൻഡ് മാപ്പാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം വളരെ കളർഫുൾ ആയിരിക്കുന്ന മൈൻഡ് മാപ്പാണ്. ഇത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഷോർട്ട് നോട്ട്സ് സെപ്പറേറ്റ് മൈൻഡ് മാപ്പ് ആയിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇട്ടിരിക്കുന്നത് പോലെയുള്ള ടീഷർട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കാത്ത് നമ്മുടെ സൈലം കിറ്റ് അല്ലെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. ദേ ആർ ബേസിക്കലി നമ്മുടെ അസറ്റ് ആണ്. ബിക്കോസ് ആസ് യു പീപ്പിൾ ആർ JEE ആസ്പിരൻസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ യുവർ സബ്ജക്ട് ആൻഡ് ലേൺ വെൽ ആൻഡ് പ്രാക്ടീസ് വെൽ. സോ ദാറ്റ് ഈസ് അബൌട്ട് അവർ മെറ്റീരിയൽസ്. സോ ബാക്കി കാര്യങ്ങൾ സൂപ്പർ 30 ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. See you everyone. Bye.